ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി. നമസ്കാരമുണ്ട്. ഒരു വലിയ പ്രശ്നത്തിലേക്കാണ്. ശശികല എന്ന് പറയുന്ന ഒരു ശശികല ടീച്ചറുണ്ട്. നമ്മുടെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ എന്തൊക്കെ ഒരു സംഭവമാണ്. അവര് ഇപ്പൊ നമ്മുടെ ഒരു താക്കീതുമായിട്ട് നന്ദഗോവിന്ദം ഭജൻസിനെതിരെ തിരിഞ്ഞിട്ടുണ്ട്. സംഗതി ഇങ്ങനെയാണ്: ഇരിക്കുന്ന കൊമ്പ് മുറിക്കരുത്. ക്രിസ്ത്യൻ ഭക്തിഗാനം പാടിയ നന്ദഗോവിന്ദൻ ഭജൻസിന് താക്കീതുമായി നമ്മുടെ ശശികല. ഇതെന്താ പ്രശ്നം ആലോചിച്ചു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവർക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇവരെ നാട്ടിൽ തന്നെയാണത്രേ. അപ്പൊ ആ നാട്ടില് ഇവരെ അമ്പലത്തിന് തൊട്ടടുത്ത് ഒരു പള്ളിയുണ്ട്, ക്രിസ്ത്യൻ പള്ളി. ആ ക്രിസ്ത്യൻ പള്ളി അവിടെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഭജന കേൾക്കാൻ വരുന്നത് മുസ്ലിങ്ങളും, എന്താ പറയാ, ക്രിസ്ത്യൻസും ഹിന്ദുക്കളും, വേണമെങ്കിൽ മതം പറയുകയാണെങ്കിൽ അങ്ങനെ എല്ലാ ജാതി മത വിഭാഗങ്ങളും ഭജന കേൾക്കാൻ വരും. ഇത് സംഗീതത്തിന്റെ ലോകമല്ല സുഹൃത്തുക്കളെ, അതിലെന്ത് ജാതി മതമൊക്കെ. നമ്മുടെ യേശുദാസ് പാടിയ എന്താണ് ഒരു ഗാനം കേട്ടിട്ടില്ല, ഭഗവാൻ അയ്യപ്പൻ ഉറങ്ങുന്നു മറ്റൊക്കെ, ഏതാണ്, ഹരിവരാസനം വിശ്വമോഹനം അല്ലേ? അതെന്ത് ഗംഭീരമായിട്ടാണ് ആ ചങ്ങാതി പാടിയിട്ടുള്ളത്. അത് കേട്ടിട്ടില്ല അയ്യപ്പൻ ഉറങ്ങുന്നേ. അപ്പൊ അതിൽ വല്ല പ്രശ്നം നമുക്ക് സംഭവിക്കുന്നുണ്ട്. എന്തിനേറെ എത്രയോ ഗംഭീരമായിട്ടുള്ള ഗുരുവായൂർ ഭക്തിഗാനങ്ങളൊക്കെ നമ്മുടെ യേശുദാസാണ് പാടിയിട്ടുള്ളത്. ഇനിയിപ്പോ യേശുദാസിനോടൊക്കെ ഈ ആയമ്മ താക്കീത് പറയുമെന്ന് അറിയില്ല. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ നന്ദഗോവിന്ദം ഭജൻസ് ഒരു ഗാനം പാടി. അവരെ നാട്ടിലായതുകൊണ്ട് എന്തായാലും നമ്മുടെ പള്ളിമുറ്റത്തല്ലേ ഈ പ്രോഗ്രാം നടക്കുന്നത്, നമുക്ക് പള്ളിമുറ്റത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ പറഞ്ഞിട്ട് ഒരു ഭക്തിഗാനം പാടി. എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, ആ ഭക്തിഗാനം മുഴുവൻ അവിടെയുള്ള ആളുകള് എങ്ങനെയാണോ ഹിന്ദു ഭക്തിഗാനങ്ങൾ കേട്ടത് അതേപോലെ തന്നെ കേട്ട് ആസ്വദിക്കുന്നു. ഒരു കുഴപ്പമില്ല. പക്ഷേ ശശികല ടീച്ചർക്ക് ഇതൊക്കെ വലിയ പ്രശ്നമാണ്, ഗംഭീര പ്രശ്നം. നമുക്കത് ആ പാട്ടൊന്ന് കേൾക്കാം. അതെങ്ങനെയാണ്: ഇവിടെ നമ്മൾ തൊട്ടടുത്താണ് നമ്മളുടെ ഇവിടുത്തെ ചർച്ച, നമ്മുടെ പള്ളി. വളരെ ക്ലോസ് ആണ്, കാണുമ്പോഴത്തേക്കും അറിയാം. അവര് പറഞ്ഞു എന്ത് സൗകര്യം വേണം, വേണമെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഇവിടെ വേണോ ചെയ്തോളൂ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു ഗുണം ഭയങ്കര ഹാർമണിയാണ്. ഞാൻ LKG തൊട്ട് പഠിച്ചത് നമ്മുടെ ഇവിടുത്തെ പള്ളി സ്കൂളിലാണ്, നമ്മുടെ ഹോളി ഫാമിലി സ്കൂളിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ എൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ ഇവിടെയുണ്ട്. നമ്മളുടെ ഈ ഭജന നടക്കുമ്പോൾ തന്നെ ഇത്രയും തിരക്ക് വരുന്ന അറിഞ്ഞിട്ട് നമുക്ക് വേണ്ടി പാർക്കിംഗ് സൗകര്യങ്ങൾ എല്ലാവർക്കും തരുന്നത് അവിടുത്തെ പള്ളി ഗ്രൗണ്ടിലാണ്. ദേശവിളക്ക് എന്നുള്ള നമുക്ക് അടുത്ത ദിവസം ഉണ്ട്, നമുക്ക് ദേശവിളക്ക്. ഇപ്പോൾ ദേശവിളക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ദേശം മുഴുവൻ വിളക്കുകളാണ്. ആ സമയത്ത് ഇവിടെ പള്ളിയിലും വിളക്കുകൾ എത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നൊരു നാടാണ്. അപ്പം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ മതസൗഹാർദ്ദം എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെ പ്രശ്നം പോലെയൊക്കെ പല സ്ഥലങ്ങളിൽ ഞാൻ കമന്റുകളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരാണ് ഞങ്ങൾ. അപ്പോൾ ഇന്ന് ഭജന കേൾക്കാൻ വേണ്ടിയിട്ട് എനിക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ കൂടെ ഉണ്ടാവും, ഒത്തിരി ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഒരു കാര്യങ്ങളിലെ വ്യത്യാസമൊന്നും കാണാത്ത ഒരു നാടാണ്. അപ്പം നമുക്ക് വേണ്ടി ഇത്രയും സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്ന അവർക്ക് വേണ്ടി ഒരു പാട്ട് നമുക്ക് പാടാമല്ലോ അല്ലേ? പാടാല്ലേ അല്ലേ എന്ന് ചോദിച്ചപ്പോ ആളുകളൊക്കെ എഴുന്നേറ്റ് കൈയടിക്കുകയാണ്. പാടൂ എന്നാണ് പറയുന്നത്. ആ നന്ദഗോവിന്ദം ഭജൻസിനോട് നിങ്ങൾ പാടൂ, പിന്നെ പാടണ്ടേ? നോക്കൂ, ഈ ഒരു പാട്ട് ആസ്വദിക്കാൻ, ഹിന്ദു ഭക്തിഗാനം എന്ന രീതിയിലൊക്കെയുള്ള ഈ ഒരു ഭജന ആസ്വദിക്കാൻ ഈ ഹിന്ദുക്കൾ മാത്രമാണ് വരുന്നത്? അല്ലെന്നേ, എനിക്കറിയുന്ന ഒട്ടുമിക്ക മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ ഇത് ആസ്വദിക്കുന്നുണ്ട്. സംഗീതത്തിന് അങ്ങനെ ജാതി മതമൊന്നുമില്ല. പക്ഷേ സംഗീതത്തിലടക്കം ജാതിയും മതവും വർഗീയതയും കാണുന്ന ആൾക്കാരാണ് ഈ ശശികല ടീച്ചർമാരൊക്കെ ഉള്ളത്. എന്തായാലും ഇദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കണേ. കൂടിയാണ് കേട്ടോ. യേശുദാസിന്റെ അദ്ദേഹത്തിന്റെ മാധുരിയിൽ പിറന്ന ഈ പരദേവനഹോ എന്ന് പറയുന്ന ഒരു ഭജനാണ് നമ്മുടെ നന്ദഗോവിന്ദൻ ഭജൻസ് ഏറ്റവും ഗംഭീരമായിട്ട് ആസ്വദിച്ചത്. ആ ഭജനെതിരെ നമ്മുടെ ശശികല ടീച്ചർ എന്ന് പറയുന്ന ആ ഒരു വർഗീയ ചിന്താഗതിയുള്ള ആള് എന്താണ് എഴുതിയിട്ടത് എന്ന് കൂടി നിങ്ങൾ
കേൾക്കണം, തീർച്ചയായിട്ടും നിങ്ങൾ കേൾക്കണം. ഞാൻ വായിച്ചു തരാം. ഇങ്ങനെയാണ്. കാരണം ഒരു പോസ്റ്റ് വന്നിരുന്നു, ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ച് നന്ദഗോവിന്ദം ഭജൻസ്, അഭിനന്ദന പ്രവാഹം എന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അത് ഷെയർ ചെയ്തിട്ട് ശശികല ടീച്ചർ 2 മണിക്കൂർ മുമ്പ് എഴുതിയത് ഇങ്ങനെയാണ്: ഇതുവരെ അവരാരും അഭിനന്ദിച്ചില്ലേ? 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് നിന്ദിക്കാനായിരുന്നോ? എന്ത് നിന്ദിക്കല്? ഒരു ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നത് ആരെ നിന്ദിക്കലാണ്? ഇവരെന്താണ് ഈ കരുതിയിരിക്കുന്നത്? അത് പാടിയോട് കൂടിയിട്ട് അവിടെ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഒരാളെങ്കിലും ക്രിസ്ത്യന ഭക്തിഗാനം ഇവിടെ പാടണ്ടെന്ന് പറഞ്ഞിരുന്നോ? ഇവർ തന്നെ പാട്ടിൻ്റെ ഇടയ്ക്ക് ഏതൊക്കെയോ ജാതി മതത്തിൽപ്പെട്ട ആളുകളൊക്കെ മ്യൂസിക് ചെയ്ത ഗാനങ്ങളൊക്കെ ഒരു പാട്ടിനിടയ്ക്കൂടെ മിക്സ് ചെയ്ത് പാടുന്നില്ലേ? സിനിമാ പാട്ടുകൾ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ശശികല ടീച്ചർമാരെ പോലുള്ള ആളുകൾക്ക് വർഗീയത അല്ലാതെ വേറെ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. കേൾക്കണേ, ചെറിയ പ്രവാഹം അരുവിയോട്, തോടാണ്, പുഴയാണ്, അവയ്ക്ക് ഭൂമിയുടെയും ജീവജാലങ്ങളെ ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ആഹു, എന്താണ് എടുത്ത്? ചൂരൽമലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. വർഗീയത സാധനം എന്റെ പടച്ചോനെ. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചാൽ അത് മുറിയാതിരിക്കില്ല. ഇനി ഹൗ ആശംസകൾ. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷേ പായസത്തിൽ ഇടരുത്. ഒരു വീട്ടമ്മയുടെ ഉപദേശമാണ്. പാടിയ വരികൾ കമന്റിലുണ്ട് എന്ന് ഇവർ പറഞ്ഞിരിക്കുന്നു. ഈ പാടിയ വരികള് ഗംഭീരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ വരികളൊക്കെ അവസാനത്തെ വാക്കുകൾ എന്നൊക്കെ പറയുന്നത്, ശ്രീ യെരുശലേമിലുള്ള നിൻ മന്ദിര നിമിത്തം അരജർ നിനക്ക് ഭയന്ന് തിരുമുൾ കാഴ്ച കൊണ്ടവരും യേശുവിന് ജയം, യേശുവിന് ജയം, യേശുവിന് ജയം. ഇങ്ങനെ യേശുവിന് ജയം എന്നൊക്കെ പറയുന്ന പാട്ട് നന്ദഗോവിന്ദൻ ഭജൻസിലെ ഹിന്ദുക്കൾ മാത്രമായിട്ടുള്ള ആ ഭജന പാടുന്ന ആളുകൾ പാടാൻ പാടില്ല എന്നാണ് ഇപ്പോൾ ശശികല ടീച്ചർമാർ പറയുന്നത്. അതായത് ഇനി മുതൽ അങ്ങോട്ട് ശശികല ടീച്ചർമാർ പറയുന്ന പോലുള്ള പാട്ടുകൾ ഈ അമ്പലപ്പറമ്പിലൊക്കെ പാടിയാൽ മതി, അല്ലാത്ത പാട്ടൊന്നും പാടണ്ട. ഇതേപോലത്തെ ഒരു എന്താ പറയുക വർത്തമാനം ഇതിനു മുമ്പ് ശശികല ടീച്ചർ പറഞ്ഞത് നമ്മുടെ വേടനോടായിരുന്നു. വേടന്റെ ജാതിപ്പാട്ടില്ലേ, ആ പാട്ട് മാത്രം പാടിയ പോരേ എന്നായിരുന്നു ശശികല ടീച്ചർ ചോദിച്ചത്. വേടന്മാരുടെ തുണിയില്ലാച്ചാട്ടങ്ങൾക്ക് മുമ്പിലാണ് അസമാജ്യം അപമാനിക്കപ്പെടുന്നത്. അമ്പലപ്പറമ്പിലേക്ക് ഇത്തരം ആളുകളെ കേറ്റരുത് എന്നുകൂടി ഒരു ഉപദേശം ശശികല ടീച്ചർ ചെയ്തിരുന്നു. അതുകൊണ്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാ പാട്ടിലും അമ്പലപ്പറമ്പിലും ഈ ശശികല ടീച്ചർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കാം വേടനെപ്പോലുള്ള ആളുകൾ ക്ഷണിക്കാൻ തുടങ്ങിയത്. ശരിയാണല്ലോ, വേടൻ നമുക്ക് ക്ഷണിക്കാലോ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയത്. ഒന്നും ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, നമ്മൾ ഇത്ര കാലമായിട്ട് യേശുദാസിന്റെ പാട്ടിനോ ഹരിവരാസത്തിന് നമ്മൾ ജാതി മതം കണ്ടിട്ടില്ല. ഏറ്റവും പ്രസിദ്ധമായ ഒരുപാട് പാട്ടുകൾ നമ്മുടെ യേശുദാസിന്റെ ആ ഒരു കണ്ഠത്തിൽ നിന്നാണ്, ആ സ്വരത്തിൽ നിന്നാണൊക്കെ വന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു ക്രിസ്ത്യനാണ് വേണമെങ്കിൽ യേശുദാസ്. അദ്ദേഹമാണ് ഒരു നേരമെങ്കിലും കാണാതെ വീയന്റെ എന്നൊക്കെ പാടിയത് അല്ലേ? ഒരു നേരമെങ്കിലും കാണാതെ വീയന്റെ ഗുരുവായൂരപ്പാ നിൻ ദിവ്യരൂപം എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിഗംഭീരമായിട്ടുള്ളൊരു ആലാപന. അത് പാടിയത് അദ്ദേഹമാണ്. അങ്ങനെയാണെങ്കിൽ ശശികല ടീച്ചർമാരുടെ ഈ ഒരു തിയറി വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ മുതൽ യേശുദാസിന് ഏതെങ്കിലും ഹിന്ദു ഭക്തിഗാനം പാടാൻ പറ്റുമോ? ഇനി അത് വേണ്ട, ഇവിടുത്തെ മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പാട്ടുകാരുണ്ട്, അവർക്ക് ഇനി വല്ല ഹിന്ദു ഭക്തിഗാനം പാടാൻ പറ്റുമോ? ഇനിയിപ്പോൾ വല്ല ഹിന്ദുക്കൾക്ക് തന്നെ ഏതെങ്കിലും ഒരു മുസ്ലിം പാട്ട് പാടാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവർ വളരെ പതുക്കെ ഇവരുടെ ഫേസ്ബുക്കിലൂടെ എഴുതി എന്തോരം വർഗീയതയാണ് ഇവർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു ഭീകരതയാണ് ഇത്! നമുക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് കേട്ടോ. എന്തായാലും ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇതാ വിഷം കലക്കാൻ വന്നിട്ടുണ്ട്, ഇവർക്ക് വിഷം കലക്കൽ മാത്രമാണ് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്ന ഇവരുടെ ഒരു രീതി. എല്ലാറ്റിലും വർഗീയത കണ്ടെത്താതെ ഒന്ന് മനുഷ്യനായിട്ട് ജീവിച്ചുകൂടെ? ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദുവും വേർതിരിവില്ലാത്ത ഒരു ഒരു നാടല്ലേ ഇത്? നിങ്ങൾ എന്തിനെതിരെ ഇങ്ങനെ മതം കലർത്തുന്നത്? ഇവർ തരുന്ന സംഗീതം സ്വീകരിക്കുക. സംഗീതത്തിന് മതമൊന്നുമില്ല ടീച്ചറെ. വർഗീയവിഷം ചാർത്തുന്ന ടീച്ചർ സംഗീതം ഒന്ന് ശ്രദ്ധിക്കുക, അപ്പോൾ ഒരു മതവും മനസ്സിലേക്ക് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടും ഇവര് ടാർണിഷ് ചെയ്യുന്ന രീതിയിലൊക്കെ ആളുകളൊക്കെ എഴുതുന്നുണ്ട്. അപ്പോഴൊക്കെ സന്തോഷം തോന്നുന്നു, മനുഷ്യന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ എന്നൊക്കെ നമുക്ക് കൂടുതൽ തോന്നിപ്പോകുന്നു. പക്ഷേ ഇവര് ഇപ്പൊ നന്ദഗോവിന്ദ ഭജൻസിൽ ഉപദേശം കൊടുത്തിട്ടുണ്ട്.
ഇനി ഇങ്ങനത്തെ പാട്ടൊന്നും പാടിക്കൂടാ, അമ്പലത്തിലൊക്കെ വരികയാണെങ്കിൽ ഹിന്ദു ഭക്തി ഗാനം മാത്രം പാടിയാൽ മതി എന്നൊക്കെയാണ് ശശികല ടീച്ചറുടെ ഉപദേശം. സ്വീകരിക്കുമോ നന്ദഗോവിന്ദൻ ഭജൻസ്? ബൈ.